ഈ നിമിഷങ്ങളിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. കർത്താവ് നമുക്ക് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. കർത്താവ് നമുക്ക് അനേക വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിശ്ചയമായും നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും, നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കും, നിന്റെ തലമുറകളെ അനുഗ്രഹിക്കുമെന്ന്. എന്നാൽ പലപ്പോഴും നമ്മൾ പ്രതിസന്ധികളിലൂടെ, പ്രശ്നങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ നമ്മൾ പതറിപ്പോകാറുണ്ട്. എവിടെയാണ് കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ എന്ന് നമ്മൾ ചോദിച്ചു പോകാറുണ്ട്. ഈ രാത്രിയിൽ കർത്താവ് വീണ്ടും നമ്മോട് പറയുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് അവിടുന്ന് ചോദിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അനിശ്ചിതത്വങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. മറുപടി കിട്ടാതെ ചോദ്യങ്ങളെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. അനേക വർഷങ്ങളായിട്ട് നിറവേറപ്പെടാത്ത വാഗ്ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. അവിടെയെല്ലാം ഉത്തരം കിട്ടാതെ ചോദ്യങ്ങളുടെ മുൻപിൽ ഏക ഉത്തരം കർത്താവായ യേശു മാത്രമാണ്. ഉത്തരം കിട്ടാത്ത എല്ലാ പ്രശ്നങ്ങളുടെയും മുൻപിൽ ഏക ഉത്തരവും പരിഹാരവും കർത്താവായ യേശു മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി യേശുവിന്റെ നാമത്തില്, കർത്താവിന്റെ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവാണ് നമുക്ക് വാഗ്ദാനങ്ങൾ നൽകുന്നവൻ, കർത്താവാണ് നമ്മുടെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നവൻ. നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ കർത്താവാണ്. കരങ്ങൾ ഉയർത്തി നമ്മുടെ ജീവിത പ്രതിസന്ധികളെ യേശുവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് എല്ലാ പ്രതികൂലങ്ങളിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന, എല്ലാ പ്രതിസന്ധികളിൽ നമ്മോട് ചേർന്ന് നിൽക്കുന്ന, നമ്മളെ അനുഗ്രഹിക്കുവാൻ കഴിവുള്ളവനായ സർവശക്തനായ കർത്താവിനെ ഒരുമിച്ച് നമുക്ക് ആരാധിക്കാം. കരങ്ങൾ ഉയർത്തി ആരാധിക്കാം. ജീവിതത്തിന്റെ എല്ലാ പ്രതികൂലങ്ങളെയും യേശുവിന് കൊടുക്കുക. നമ്മളെ എതിർക്കുന്ന ശത്രുവിന്റെ എല്ലാ കരങ്ങളെയും തൂത്തെറിയുവാനായിട്ട് കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. അതെ, അവിടുന്ന് ഒറ്റ വാക്കിനാൽ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനാണ്. ആ കർത്താവിന് എന്റെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ സാധിക്കും, എന്നെ അനുഗ്രഹിച്ച് ഉയർത്തുവാൻ സാധിക്കും. വിശ്വാസത്തോടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുത്തെ മുൻപിൽ അസാധ്യമെന്നൊരു വാക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് ഒരുമിച്ച് പാടി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ശക്തിയോടെ കരങ്ങൾ അടിച്ച് സന്തോഷത്തോടെ തന്നവൻ വാക്കുമാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല, ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല, അവൻ വാക്കുമാറുകില്ല. ശത്രുവിൻ കരം എന്റെ മേൽ പതിഞ്ഞെന്നാലും, ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും, ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ
പ്രതികൂലക്കാറ്റിന്മേൽ അടിച്ചിടിലും എന്റെ ഉള്ളം കലങ്ങിയിടിലും ഒരിക്കലും ഉയരില്ല എന്ന് വിധിച്ച് ഏവരും മാറിയിടിലും ശാന്തമായി ഇരുന്ന് ഹൃദയത്തെ ശാന്തമാക്കി കണ്ണുകളടച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. വാക്കുമാറാത്തവനായ സർവശക്തനായ ജീവിക്കുന്ന ദൈവം നമ്മുടെ മുമ്പിൽ നമ്മെ അനുഗ്രഹിക്കുവാനായി കാത്തു നിൽക്കുന്നു. കർത്താവേ, ഈ രാത്രിയിൽ അങ്ങയുടെ പരിശുദ്ധമായ കരങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ നീട്ടണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മനസ്സിൽ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ദുഃഖത്തിൻ്റെ അനുഭവം ഈ നിമിഷങ്ങളിൽ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. അവിടുന്ന് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഈശോയെ, ഈ രാത്രിയിൽ എൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വരുന്നതിനെ ഓർത്ത് ഞാൻ അങ്ങേ ആരാധിക്കുന്നെന്ന് പറയാം. ഈശോയെ സ്വാഗതം ചെയ്യാം. കർത്താവേ, എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അങ്ങേക്ക് നിശ്ചയമായും സാധിക്കും. അവിടുന്ന് അതിന് സന്നദ്ധനാണ്. കാരണം അവിടുന്ന് ഒരിക്കലും അങ്ങയുടെ വാഗ്ദാനം മാറ്റുകയില്ല. കർത്താവേ, കാലത്തിൻ്റെ അവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്ന വാഗ്ദാനം ചെയ്ത് അങ്ങയുടെ സജീവമായ സാന്നിധ്യത്തെ ഈ രാത്രിയിൽ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണുകളെ കൊണ്ട് അങ്ങയെ കണ്ടുകൊണ്ട് മലാഹമാരോട് ചേർന്ന് ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. പരിശുദ്ധമയോട് ചേർന്ന് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ കഷ്ടപ്പാടുകളെ ഓർത്ത്, കണ്ണുനീരിൻ്റെ അനുഭവങ്ങളെ ഓർത്ത്, എന്നെ ഒരിക്കലും കൈവിടാതെ കൈപിടിച്ച് നടത്തുന്ന അവിടുത്തെ നിതാന്തമായ വിശ്വസ്തതയോർത്ത് കർത്താവെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഏതാനും നിമിഷങ്ങൾ സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് വലിയ ആനന്ദത്തോടെ കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ 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 കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നാഥനായി കടന്നു വരണമേ, രക്ഷകനായി കടന്നു വരണമേ, സംരക്ഷകനായി കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് മാത്രമാണ് ഞങ്ങളുടെ ഏക ആശ്രയം. ഞങ്ങളേറ്റ് പറയുന്നു. യേശുവേ, രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അങ്ങയുടെ കരങ്ങൾ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെങ്കടലിനെ വിഭജിക്കുവാനായി കർത്താവേ അവിടുന്ന് കരങ്ങൾ നീട്ടിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളാകുന്ന കടലിൻ്റെ മേതെ അങ്ങയുടെ കരങ്ങൾ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ കാണുവാനായി കർത്താവേ രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്ന ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. സ്തോത്രം യേശുവേ, നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമാതാവേ, ഈ രാത്രിയിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ വരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളെയും അവരുടെ കുടുംബങ്ങളെയും
കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി അവിടുത്തെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കണമേ. സമർപ്പിച്ച് പ്രാർത്ഥിക്കണമേ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവിനോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടുള്ള അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല മോക്ഷവാസികളെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കണ്ണ് കാണാത്തവരുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ലഭിച്ച കാഴ്ചശക്തിയെക്കുറിച്ച് നിങ്ങൾ എന്നെങ്കിലും ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ? എന്തുമാത്രം ദൈവത്തിന് നന്ദി പറയുവാനും ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനും കടപ്പെട്ടവരാണ് കാഴ്ചശക്തിയുള്ള ഓരോ വ്യക്തിയും. കണ്ണ് കാണാത്തവരുടെ ജീവിതം നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇരുട്ട് നിറഞ്ഞതാണ്. എങ്കിൽ അവരുടെ ജീവിതത്തെ പ്രകാശമാനമാക്കിയ ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ ഈ രാത്രിയിൽ ധ്യാനിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഫ്രഞ്ചുകാരനായ ലൂയി ബ്രെയിലി, ഇംഗ്ലീഷിൽ ബ്രെയിൽ എന്ന് ഉച്ചരിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം ജനിച്ചതും മരിച്ചതും ജനുവരി മാസത്തിലാണ്. അദ്ദേഹമാണ് അന്ധന്മാർക്ക് വിജ്ഞാനത്തിൻ്റെ വാതിലുകൾ തുറക്കുന്ന ബ്രെയിലി ലിപി കണ്ടുപിടിച്ചത്. അദ്ദേഹം ഫ്രാൻസിൻ്റെ തലസ്ഥാനമായ പാരീസിനടുത്ത് ജനുവരി 4-ാം തീയതി 1809 ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു തുകൽ പണിക്കാരനായിരുന്നു. 3 വയസ്സുള്ളപ്പോഴാണ് ആ അപകടം നടന്നത്. ഈ കുഞ്ഞ് ലൂയി പിതാവിൻ്റെ പണിപ്പുരയിൽ പിതാവിൻ്റെ പണികൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉളികൾ കൊണ്ട് പലതരത്തിലുള്ള തുകൽ സാധനങ്ങൾ അദ്ദേഹം ഉണ്ടാക്കുകയാണ്. പെട്ടെന്ന് ഒരു അത്യാവശ്യത്തിന് അദ്ദേഹം പണിപ്പുരയിൽ നിന്ന് പുറത്തേക്ക് പോയി. കുഞ്ഞ് മാത്രമേ പണിപ്പുരയിലുള്ളൂ. അപ്പോൾ അവൻ്റെ ശ്രദ്ധ ഈ കുത്ത് ഉളിയിൽ അവൻ്റെ ശ്രദ്ധപ്പെട്ടു. അതെടുത്ത് ഒരു തുകൽ കഷ്ണമെടുത്ത് അത് തുളയ്ക്കുവാനായിട്ട് ഈ കുഞ്ഞ് ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ കുത്തുള്ളി തെന്നി കുഞ്ഞിൻ്റെ കണ്ണിൽ ശക്തമായി വന്ന് തറച്ചു. വാവിട്ട് കരയുന്ന കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടാണ് പിതാവ് ഓടിയെത്തിയത്. കണ്ടപ്പോൾ അദ്ദേഹം തന്നെ പേടിച്ചു പോയി. കുഞ്ഞിൻ്റെ കണ്ണിൽ നിന്ന് രക്തം ഇങ്ങനെ ധാരയായിട്ടൊഴുകുകയാണ്. ഉടൻ തന്നെ ആസ്പത്രിയിൽ കൊണ്ടുപോയി അന്ന് ലഭ്യമായ ഏറ്റവും വിദഗ്ധമായ ചികിത്സ കുഞ്ഞിന് നൽകി. പക്ഷേ ഈ കുഞ്ഞിൻ്റെ 2 കണ്ണുകളും ഇൻഫെക്റ്റഡായി അണുബാധയുള്ളതായി കണ്ടെത്തി. ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിച്ചില്ല. 5 വയസ്സായപ്പോൾ ലൂയിയുടെ 2 കണ്ണുകളുടെയും കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. പ്രായമായപ്പോൾ അവൻ്റെ ഈ അന്ധതയെക്കുറിച്ച് വലിയ വേദനയുണ്ടായി. എനിക്ക് മറ്റുള്ള എൻ്റെ കൂട്ടുകാരെ പോലെ ഓടിക്കളിക്കാൻ സാധിക്കുന്നില്ലല്ലോ. അതിലുമുപരി അവൻ്റെ വേദന, എനിക്ക് പുസ്തകങ്ങൾ വായിക്കുവാൻ സ്കൂളിൽ പോകുവാൻ കഴിയുന്നില്ലല്ലോ എന്നതാണ്. കാരണം അവന് പഠിച്ച് വിജ്ഞാനം ആർജിച്ച് വലിയൊരാളായി തീരണമെന്ന ആഗ്രഹം അവൻ്റെ കുഞ്ഞു മനസ്സിലുണ്ടായിരുന്നു. അവൻ്റെ മാതാപിതാക്കൾ അവൻ്റെ ഈ ആഗ്രഹത്തെ കണ്ടുകൊണ്ട് അന്ധന്മാർക്കുള്ള ഒരു സ്കൂളിൽ അവനെ ചേർത്തു. പക്ഷെ അവിടെ ചേർന്നപ്പോഴും അവൻ്റെ മനസ്സിൽ ശക്തമായ വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. എന്നെപ്പോലെ വേദനിക്കുന്ന ഇരുട്ടിൽ തപ്പിത്തടയുന്ന അന്ധന്മാർക്ക് വായിക്കുവാൻ പറ്റുന്ന ഒരു ലിപി കണ്ടുപിടിക്കണം. അതിനുവേണ്ടിയുള്ള
പരീക്ഷണങ്ങൾ അവൻ നടത്തുവാൻ തുടങ്ങി. ശ്രദ്ധേയെന്ന് പറയട്ടെ, അവൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുത്തിയത് ഒരു കുത്തുള്ളിയാണ്. ഞാൻ പറഞ്ഞു, മൂർച്ചയുള്ള കുത്തുള്ളിയാണ്. അതെടുത്തുകൊണ്ട് തന്നെയാണ് അവൻ പരീക്ഷണം ആരംഭിച്ചത്. നല്ല കട്ടിയുള്ള പേപ്പറിൽ അവൻ ഇതുകൊണ്ട് ഇങ്ങനെ കുത്തുകളുണ്ടാക്കി. അങ്ങനെ ഉയർന്ന ഈ കുത്തുകൾ കൂട്ടി യോജിപ്പിച്ച് അവൻ അന്ധന്മാർക്ക് വായിക്കുവാൻ പറ്റുന്ന അക്ഷരങ്ങളുണ്ടാക്കി. 1824 അങ്ങനെ ആ ലിപി ബ്രെയിലി ലിപി എന്ന പേരിൽ അറിയപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജനുവരി 6-ാം തീയതി 1852 ലൂയി ബ്രെയിലി മരിക്കുമ്പോൾ അദ്ദേഹം ലോക പ്രസിദ്ധനായിരുന്നു. ലോകമെമ്പാടുമുള്ള അന്ധന്മാർക്ക് പ്രകാശം നൽകുന്ന വലിയൊരു പ്രകാശ ഗോപുരമായി ലൂയി ബ്രെയിലി മാറിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, ഈ വ്യക്തിയുടെ ജീവിതം പല കാര്യങ്ങളും നമ്മെ പഠിപ്പിക്കുന്നു. ആദ്യത്തേത്, അംഗവൈകല്യമുള്ള കുഞ്ഞിനെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾക്കുള്ള സന്ദേശമാണ്. നമുക്കറിയാം, ഈ കുഞ്ഞ് അന്ധനായപ്പോൾ ലൂയിയുടെ മാതാപിതാക്കള് ഈ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ദൈവത്തെ നോക്കി നിലവിളിച്ചിട്ടുണ്ടാകണം. ദൈവമേ, ഈ പൊട്ടക്കണ്ണനായ കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? വലിയ വേദനയോടെ ദൈവസന്നിധിയിൽ അവര് പ്രാർത്ഥിച്ചിട്ടുണ്ടാകണം. ദൈവം അവരുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി കൊടുത്തു. ആ കുഞ്ഞിനെ നിങ്ങൾ എനിക്ക് തരിക, ഞാൻ ആ കുഞ്ഞിനെ ഒരു അനുഗ്രഹമാക്കി മാറ്റാം എന്ന് ദൈവം അവരോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, അംഗവൈകല്യമുള്ളൊരു കുഞ്ഞ് നിങ്ങളുടെ കുടുംബത്തിലുണ്ട് എങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു സമ്മാനമായിട്ട് നിങ്ങൾ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കണം. ഒരിക്കലും അത് ആ കുഞ്ഞ് ഒരു ശാപമായിട്ട് കാണരുത്. ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ തിരിച്ച് ദൈവത്തിൻ്റെ ശക്തമായ രൂപാന്തരപ്പെടുത്തുന്ന കരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ മാതാപിതാക്കൾ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ കുഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ്. എങ്ങനെയാണ് അനുഗ്രഹമായി തീരുന്നത്? ഈ കുഞ്ഞ്, അംഗവൈകല്യമുള്ളൊരു കുഞ്ഞ് ഒരു കുടുംബത്തിലുള്ളപ്പോൾ മാതാപിതാക്കൾ നിശ്ചയമായും ഈ കുഞ്ഞിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. ദൈവസന്നിധിയിൽ അവരെപ്പോഴും ജീവിക്കും. ഒരിക്കലും ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് മാതാപിതാക്കൾ മാറിപ്പോവുകയില്ല. അവരുടെ ജീവിതത്തെ, അവരുടെ ആത്മീയ ജീവിതത്തെ സുരക്ഷിതമാക്കുവാൻ ദൈവം അവരുടെ കുടുംബത്തിന് നൽകിയ ഒരു വിശിഷ്ട ദാനമായിട്ട് ആ കുഞ്ഞിനെ അവർ കാണുക തന്നെ വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 മാത്രവുമല്ല, മറ്റുള്ളവർക്ക്, ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളുള്ളവർക്ക് ഇതൊരു പാഠമാണ്. ദൈവത്തിന് നന്ദി പറയുവാൻ. ദൈവമേ, എൻ്റെ കുടുംബത്തിൽ അവിടുന്ന് നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവത്തിന് നന്ദി പറയുവാൻ മറ്റുള്ള മാതാപിതാക്കൾക്കും ഈ കുഞ്ഞിനെ കണ്ടുകൊണ്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജോബിന്റെ പുസ്തകത്തിൽ 42:5 പറയുന്നു. ജോബിന്റെ പുസ്തകം 42:5, ഞാൻ അങ്ങയെക്കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ദൈവത്തെക്കുറിച്ച് അത്ര ആഴമായൊരു ബോധ്യമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ അങ്ങയെ എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നു. ജോബ് പറയുകയാണ്, സഹനത്തിലൂടെ കടന്നു പോയപ്പോൾ, എൻ്റെ മക്കൾ നഷ്ടപ്പെട്ടപ്പോൾ, എൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടപ്പോൾ, എൻ്റെ കൂട്ടുകാർ നഷ്ടപ്പെട്ടപ്പോൾ, എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോൾ, എൻ്റെ ഭാര്യ പോലും എന്നെ തള്ളിപ്പറഞ്ഞപ്പോൾ, ഞാൻ ഏകാഗിയായപ്പോൾ, എൻ്റെ കൂടെയുള്ള, എന്നെ കാത്തുരക്ഷിക്കുന്ന, എന്നെ സംരക്ഷിക്കുന്ന വാഗ്ദാനത്തിൽ വിശ്വസ്തനായ ദൈവത്തെ ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജോബിന്റെ പുസ്തകം 42:5, ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങൾ ഓരോ മാതാപിതാക്കളുടെയും കുടുംബത്തില് അംഗവൈകല്യമുള്ള കുഞ്ഞിലൂടെ
നിറവേറ്റുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വലതുകരത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനിവാര്യമായ ചില തകർച്ചകളെ ഓർത്ത്, ദുഃഖ സംഭവങ്ങളെ ഓർത്ത് നമ്മൾ ഒരിക്കലും ഒരു നഷ്ടബോധത്തിന് അടിമയാകേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, ലൂയിയുടെ പിതാവിന് നിശ്ചയമായ ഒരു കുറ്റബോധം ഉണ്ടായി കാണണം. അയ്യോ, ഞാൻ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. കുഞ്ഞിനെ തനിച്ച് പണിപ്പുരയിൽ വിട്ടിട്ട് പോയത് കൊണ്ടാണ് അവൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടത് എന്നൊരു കുറ്റബോധം തീർച്ചയായും പിതാവിന് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ നോട്ടക്കുറവ് ഉണ്ടായിരിക്കാം നിങ്ങളുടെ കുഞ്ഞിന് ഈ അംഗവൈകല്യം സംഭവിച്ചത്. ഒരുപക്ഷെ നിങ്ങളുടെ തീരുമാനം തെറ്റായത് കൊണ്ടാകാം ഇന്ന് നിങ്ങൾ ഈ തകർച്ച അനുഭവിക്കുന്നത്. എന്നാൽ ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് നിശ്ചിതമായൊരു പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരിക്കലും നഷ്ടബോധത്തിന് നിങ്ങൾ അടിമയാകേണ്ട ആവശ്യമില്ല. അങ്ങനെ സംഭവിച്ചല്ലോ എന്ന് തിരിഞ്ഞു നോക്കി നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയും മനസ്സിൽ ഭയപ്പെടുകയും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ദൈവം ഈ രാത്രിയിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞു പോയതിനെ മാറ്റുവാൻ സാധിക്കുന്ന, നഷ്ടങ്ങളെ നേട്ടമാക്കുവാൻ സാധിക്കുന്ന സർവശക്തനായ ഒരു ദൈവം നമ്മുടെ മുമ്പിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 34-ാം സങ്കീർത്തനം 4-ാം വാക്യം പ്രകാരം പറയുന്നു, ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. ആരെയാണ് വിളിച്ചപേക്ഷിക്കേണ്ടത്? എന്തുകൊണ്ടാണ് കർത്താവിനെ വിളിച്ചപേക്ഷിക്കാൻ നമ്മൾ വിളിച്ചപേക്ഷിക്കാൻ സന്നദ്ധരാകേണ്ടത്? ദൈവം സർവശക്തനാണ്. ഏത് തിന്മയെയും രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കുന്നവനാണ് ദൈവം. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്നത്, ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, മറുപടി നൽകുന്നവനാണ് ദൈവം. അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. വീണ്ടും പറയുന്നു, സർവഭയങ്ങളിൽ നിന്ന് ദൈവം എന്നെ മോചിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ചൊരു നഷ്ടബോധമുണ്ട് എങ്കിൽ നിങ്ങൾ കണ്ണുനീരോടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. ദൈവമേ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ, എൻ്റെ മനസ്സിലേക്ക് കടന്നു വരണമേ, എൻ്റെ മനസ്സിനെ ദുർബലമാക്കുന്ന ഈ ഭയത്തിൽ നിന്ന് ഈ രാത്രിയിൽ എന്നെ മോചിപ്പിക്കണമേ എന്ന് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായും വാഗ്ദാനത്തിൽ വിശ്വസ്തനായ ദൈവം നിങ്ങളുടെ മനസ്സിനെ ശക്തമാക്കുവാൻ, അഭിഷേകം നൽകി നിങ്ങളെ അനുഗ്രഹിക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മൂന്നാമത്തെ ഒരു കാര്യം, ദൈവം ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു സംഭവം, അന്ധത അനുവദിച്ചത് ലൂയിയെക്കുറിച്ച് ദൈവത്തിന് നിശ്ചിതമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അവൻ ലോകത്തിനൊരു അനുഗ്രഹമാകണം. അവൻ വഴി അന്ധരായ മറ്റുള്ള വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടണമെന്ന ഒരു ലക്ഷ്യം ദൈവത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് ആ അന്ധത ദൈവം അനുവദിച്ചു. അതിനെ ദൈവം രൂപാന്തരപ്പെടുത്തി. ദൈവം ആ അന്ധതയെ അവൻ്റെ നന്മയ്ക്ക് വേണ്ടി, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാറ്റി. പ്രൈസ് ദി ലോർഡ്. സർവശക്തനായ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലെ ഏത് ദുഃഖ അനുഭവങ്ങളെയും കഷ്ട അനുഭവങ്ങളെയും രൂപാന്തരപ്പെടുത്തുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. 78-ാം സങ്കീർത്തനം 15-ാം വാക്യപ്രകാരം പറയുന്നു. 78-ാം സങ്കീർത്തനം 15-ാം വാക്യപ്രകാരം പറയുകയാണ്, അവിടുന്ന് മരുഭൂമിയിൽ പാറ പിളർന്ന് അവർക്ക് കുടിക്കുവാൻ ആഴത്തിൽ നിന്ന് സമൃദ്ധമായ ജലം നൽകി. പ്രൈസ് ദി ലോർഡ്. 78:15 എന്താണ്? അവിടുന്ന് മരുഭൂമിയിൽ പാറ പിളർന്ന് അവർക്ക് കുടിക്കുവാൻ ആഴത്തിൽ നിന്ന് സമൃദ്ധമായ ജലം നൽകി. ആർക്കാണ് നൽകിയത്? ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേൽക്കാർക്ക്. നിങ്ങൾക്കറിയാം, മരുഭൂമിയിൽ വെള്ളം കിട്ടുവാൻ യാതൊരു സാധ്യതയുമില്ല. രണ്ടാമത്തെ അസാധ്യമായ കാര്യം, പാറയിൽ നിന്ന്, കരിമ്പാറയിൽ നിന്ന് വെള്ളം കിട്ടുവാൻ യാതൊരു സാധ്യതയുമില്ല. പക്ഷേ സർവശക്തനായ ദൈവത്തിന് മരുഭൂമിയിൽ വെള്ളമുണ്ടാക്കാൻ സാധിക്കും. കരിമ്പാറയെ ഭേദിച്ചുകൊണ്ട് സമൃദ്ധമായ ജലം നൽകുവാൻ സാധിക്കും.
ആ ദൈവം ഇന്നും ജീവിക്കുന്നവനാണ്. നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നമുണ്ടെങ്കിലും, എത്ര വലിയ തകർച്ചയുണ്ടെങ്കിലും, ലോകത്തിൻ്റെ മുമ്പിൽ പരിഹരിക്കാൻ സാധിക്കാത്തൊരു പ്രശ്നമാണ് എങ്കിലും ഈ നിമിഷം നീ വിശ്വാസത്തിൽ സർവശക്തനായ ദൈവത്തിൻ്റെ പക്കലേക്ക് മുഖമുയർത്തിക്കൊണ്ട് എൻ്റെ ദൈവമേ കടന്നു വരണമേ, എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അന്ന് അത്ഭുതം പ്രവർത്തിച്ചവനായ ദൈവം, മരുഭൂമിയിൽ ജലം നൽകിയവനായ ദൈവം, പാറ പിളർന്ന് അവർക്ക് സമൃദ്ധമായ, അല്പമല്ല നൽകിയത്, ഇഷ്ടം പോലെ വെള്ളം നൽകിയവനായ ദൈവം നിങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. കണ്ണുകളെ അടച്ച് നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ലൂയി ബ്രെയിലിലൂടെ ദൈവം നമുക്ക് നൽകുന്ന സന്ദേശങ്ങളെ ഹൃദയത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം. നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ ദൈവം അനുവദിക്കുന്നത് അത് നിറവുകളാക്കി മാറ്റുവാനാണ്. നഷ്ടങ്ങൾ അനുവദിക്കുന്നത് നേട്ടങ്ങളാക്കി മാറ്റുവാനാണ്. അംഗവൈകല്യങ്ങൾ അനുവദിക്കുന്നത് അത് നമ്മൾക്ക് അനുഗ്രഹമാക്കി മാറ്റുവാനാണ്. ഒന്നും ശാപമായി സ്നേഹപിതാവായ ദൈവം നിൻ്റെ ജീവിതത്തിൽ നൽകുന്നില്ല. നിൻ്റെ കാഴ്ചപ്പാട് മാറ്റുവാൻ, ദൈവത്തെ കാണുവാൻ, പിതാവായി അംഗീകരിക്കുവാൻ ദൈവം ഈ രാത്രിയിൽ നിന്നോട് ആവശ്യപ്പെടുന്നു. കരങ്ങൾ നിൻ്റെ മേൽ നീട്ടുവാനായി നിൻ്റെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുവാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. നഷ്ടബോധത്തിനടിമയാകേണ്ട, എൻ്റെ നോട്ടപ്പിശക് കൊണ്ടാണല്ലോ, എൻ്റെ തീരുമാനത്തിൽ വന്ന വൈകല്യം കൊണ്ടാണല്ലോ ഞാൻ ഇന്ന് ഈ ദുരിതം അനുഭവിക്കുന്നത് എന്ന് നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. നിൻ്റെ ജീവിതത്തെ മാറ്റുവാൻ സാധിക്കുന്നവനായ ദൈവം നിൻ്റെ മുമ്പിലുണ്ട്. വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരമരുളുന്ന ദൈവം, നിൻ്റെ മനസ്സിൽ നിന്ന് സകല ഭയവും എടുത്തു മാറ്റുവാൻ സാധിക്കുന്നവനായ സന്നദ്ധനായ കർത്താവ് നിൻ്റെ ജീവിതത്തിലുണ്ട്. നിൻ്റെ പ്രശ്നം എത്ര വലുതാണെങ്കിലും അതെല്ലാം മാറ്റുവാനായിട്ട്, പരിഹരിക്കുവാൻ സാധിക്കുന്ന ദൈവം, പാറക്കൂട്ടത്തിൽ നിന്ന്, കരിമ്പാറക്കൂട്ടത്തിൽ നിന്ന് വെള്ളം സമൃദ്ധമായി നൽകിക്കൊണ്ട് ഇസ്രായേൽ ജനത്തിൻ്റെ ദാഹത്തെ ശമിപ്പിച്ചവനായ ദൈവം ഈ രാത്രിയിൽ നിൻ്റെ മുമ്പിലുണ്ട്. ആ സർവശക്തനായ, നിനക്ക് വേണ്ടി മരിച്ചവനായ, നിനക്ക് വേണ്ടി ജീവിക്കുന്നവനായ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ പക്കലേക്ക് എൻ്റെ കണ്ണുകളെ ഉയർത്തിക്കൊണ്ട്, കർത്താവേ രാത്രിയിൽ എൻ്റെ ജീവിതത്തെ അവിടുന്ന് ഏറ്റെടുക്കണമേ. കർത്താവേ എൻ്റെ ജീവിതത്തെ എൻ്റെ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിനായി, ലോകത്തിൻ്റെ അനുഗ്രഹത്തിനായി അവിടുന്ന് ഉപയോഗിക്കണമേ, എടുത്ത് ആശീർവദിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. ലൂയിയുടെ മാതാപിതാക്കളോട് ദൈവം പറഞ്ഞതുപോലെ നിൻ്റെ അംഗവൈകല്യമുള്ള കുഞ്ഞിനെ എനിക്ക് തരിക, ഞാൻ ആ കുഞ്ഞിനെ ഒരു അനുഗ്രഹമാക്കി തിരിച്ചു തരാമെന്ന് പറയുന്ന കർത്താവിൻ്റെ പക്കലേക്ക് നിൻ്റെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളെയും സമർപ്പിച്ചുകൊണ്ട്, വേദനകളെ സമർപ്പിച്ചുകൊണ്ട്, കണ്ണുനീരിൻ്റെ അനുഭവങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, നിൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള സകല വേദനകളെയും ഉത്കണ്ഠകളെയും ഭാരങ്ങളെയും സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ എന്നെ ആശീർവദിക്കണമേ, എൻ്റെ കുടുംബത്തെ ആശീർവദിക്കണമേ, എൻ്റെ ജീവിതത്തെ ഒരു അഭിഷേകമാക്കി മാറ്റണമേ, എൻ്റെ സമൂഹത്തിന് അനുഗ്രഹമാക്കി എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങളെയും ഉയർത്താം, കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്താം. സങ്കീർത്തനം പറയുന്നു, നീ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം തരുന്നവനായ ദൈവം നിൻ്റെ മുമ്പിലുണ്ട്. ആ ദൈവത്തെ കണ്ടുകൊണ്ട് ഹൃദയം തകർന്ന് വിളിക്കുക, കണ്ണുനീരോടെ വിളിക്കുക. ഈ രാത്രിയിൽ നിന്റെ മേൽ പരിശുദ്ധമായ കരങ്ങൾ നീട്ടുന്ന കർത്താവിനെ കണ്ടുകൊണ്ട് സ്വതന്ത്രമായി നീ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുക. അത്ഭുതങ്ങളുടെ രാത്രിയാണിത്. ദൈവം നിന്റെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് നിന്നെ ബലപ്പെടുത്തും. നിന്റെ മനസ്സിലുള്ള എല്ലാ ഭയവും എടുത്തു കളയും. കർത്താവിൻ്റെ ശക്തിയാൽ നീ നിറയും. നീ കഴുകനെ പോലെ ചിറകടിച്ച് ഉയർന്നു പറക്കും. ഹല്ലേലൂയ 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 വരണമേ, എന്നിൽ നിറയണമേ, നാഥാ വരണമേ, എന്നിൽ നിറയണമേ, എന്നിൽ നിറയണമേ, സകല ഭയങ്ങൾ നിന്ന് രക്ഷിക്കണമേ. എന്നിൽ നിറയണമേ,
മനസ്സിലുള്ള എല്ലാം നഷ്ടബോധത്തിൽ എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നിൽ നിറയണമേ നാഥാ വരേണമേ 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 എന്നിൽ നിറയണമേ. സ്വതന്ത്രമായ സ്തുതിക്ക് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, ഇങ്ങനെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഓരോ മകന്റെയും മകളുടെയും ജീവിതത്തിൽ ഈ രാത്രിയിൽ അവിടുന്ന് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ചും അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളെ പ്രത്യേകമായി അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇവരുടെ മനസ്സിനെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുഞ്ഞനുഗ്രഹമാണെന്നുള്ള ബോധ്യം നൽകണമേ. കുഞ്ഞിനെ കുറിച്ചുള്ള എല്ലാ പരാതിയും എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവയുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. യേശുവേ, സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അവരെ സമൂഹത്തിന് അനുഗ്രഹമുള്ളവരായി സഭയ്ക്ക് അനുഗ്രഹമുള്ളവരായി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ സ്വന്തമായി സ്വീകരിക്കണമേ. യേശുവേ, നന്ദി. യേശുവേ, സ്തോത്രം. പരിശുദ്ധ ദേവമാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അവകളായ ഞങ്ങൾക്ക് വേണ്ടി Praise the Lord. Hallelujah. വലതുകരമെടുത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ വീശി സന്തോഷത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശാന്തമായി